മാധ്യമപ്രവർത്തകയോട് സുരേഷ് ഗോപി മോശമായി പെരുമാറിയെന്ന കേസിൽ ഇന്ന് പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. മൊഴിയെടുക്കലിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് അറിയിച്ചു. പരാതിയിൽ 354A വകുപ്പ് പ്രകാരം ഇന്നലെയാണ് കേസെടുത്തത്. 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന വകുപ്പാണിത്. തൃശൂരിങ് എടുക്കുക. 10 വർഷം മുമ്പ് കേരളത്തിൽ ഉയർന്ന ആ ശബ്ദം ഇന്നലെ എത്ര അനായാസമായി സാധ്യമായപ്പോൾ അവശേഷിപ്പിക്കുന്ന ഒരുപിടി ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ചില മതരാഷ്ട്രീയ അജണ്ടകൾക്ക് കോട്ട കെട്ടിയ മാധ്യമപ്രവർത്തകരുടെ മനുഷ്യത്വത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ കണ്ട് മനം മടുത്ത് ഗതികെട്ട കേരള ജനത ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ അയാളെ അധിക്ഷേപിച്ച ഈ മാധ്യമങ്ങൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നുവെന്ന് വാദിച്ചത്. മാധ്യമപ്രവർത്തകയെ ചൂണ്ടയിൽ കൊരുത്ത് ഇരയാക്കി മാറ്റിയ ഈ മാധ്യമങ്ങൾ ചൂണ്ടയിൽ പിടിക്കുന്ന ഒരു ഞാഞ്ഞൂളിനേക്കാൾ വലിയ വിലയൊന്നും ഒരു സ്ത്രീക്കും നൽകുന്നില്ല എന്ന് കണ്ടു ഞെട്ടിയ തൃശ്ശൂരിലെ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങളുടെ കപട സ്ത്രീ ശാക്തീകരണ നാടകങ്ങൾ വിശ്വസിക്കണമായിരുന്നു. അയാൾ ജയിച്ചത് അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലല്ല. അതിന്റെ പേരിൽ അയാൾക്കൊപ്പം അയാളുടെ കുടുംബത്തെയും മക്കളെയും കുടുംബത്തിലെ പവിത്രമായ ചടങ്ങുകളെ പോലും നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തത് കണ്ട് മനുഷ്യത്വമുള്ളവർ മനസ്സുമടുത്തിട്ടാണ്. ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ തന്നെ ഭരണമാണെന്നും അത് മാധ്യമങ്ങളല്ല ജനങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നും തൃശ്ശൂരിലെ ജനങ്ങൾ കാണിച്ചു തന്നപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്നോ നഷ്ടപ്പെട്ട ആ വിശ്വാസം വീണ്ടും തിരികെ ലഭിച്ചതുപോലെ ഒരു ആശ്വാസമാണ് ഇവിടുത്തെ സാധാരണ ജനത്തിന് തോന്നിയത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുമ്പോഴും ഒരു ജനത സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയം ആഗ്രഹിച്ചിരുന്നു. തൃശ്ശൂർ എനിക്കൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഞാനൊരു വോട്ട് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുമായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും മനസ്സിൽ തോന്നിയ അനേകർ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. കേരളത്തിന്റെ മനസ്സറിഞ്ഞ് തൃശ്ശൂർ ജനത നിന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒപ്പമല്ല. ചെയ്യുന്ന നന്മ പ്രവൃത്തികളുടെ പേരിൽ പോലും ട്രോളുകളിൽ അധിക്ഷേപിക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനൊപ്പമാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വെറുമൊരു വഷളനായി അവതരിപ്പിക്കുവാൻ അടുപ്പുകൂട്ടി ചർച്ചക്കാർ. കൂട്ടിയടുപ്പിൽ തൃശ്ശൂരുകാര് വെള്ളം കോഴി ഒഴിച്ചു.